ഒരു ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. ചപ്പാത്തി കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദോശ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദോശയല്ല, മാവ് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് ശരിയാവട്ടെ. ഇപ്പം വല്ലപ്പോഴൊക്കെ വീഡിയോ ഇടുന്നുള്ളൂ. സബ് കുറവാണ്, അത് കാരണം എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ പറഞ്ഞ് മടുത്ത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. അധികം വലിയ പൈസ മുടക്കിയിട്ടുള്ള പരിപാടികളൊന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല. നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പുറത്ത് ഞാനെന്തൊരു ഇത്തിരി അരിയടപ്പത്തിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, ചെമ്മീൻ ബിരിയാണി. അതാ ചപ്പാത്തി റെഡിയായിട്ട് ഞാൻ എടുക്കുവാണേ. അതൊന്ന് റെഡിയാവട്ടെ കേട്ടോ. അതിങ്ങനെ ചുറ്റും ബബിൾസ് വരും കേട്ടോ. ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല, അതിനകത്ത് എണ്ണ ഒഴിക്കാണ്ട് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ബബിൾസ് വന്നു കഴിയുമ്പോൾ നമുക്കത് മറിച്ചിടാം. മറിച്ച് വരട്ടെ ബബിൾസ്. ഇപ്പോൾ വേണ്ടേ, ബബിൾസ് എല്ലാം പൊങ്ങി തുടങ്ങി നന്നായിട്ട്. നമുക്കത് മറിച്ചിടാം. അപ്പം അതിങ്ങനെ ഈ സൈഡൊന്ന് ഞാൻ ആക്കി കൊടുത്താൽ മതി. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടോ. അപ്പോൾ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞ് കേട്ടോ. ബീഫ് കറിയാണ്. കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച ബീഫാണത്. കുറച്ചെടുത്ത് അത് തീർന്ന്. അപ്പോൾ ഇന്നത്തേക്കും കൂടിയുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കുള്ള കറിയാണ് ബീഫാക്കാമെന്ന് വിചാരിച്ചു. ബീഫ് കറിയാണ് തിളച്ചുകൊണ്ടിരിക്കണം. പറ്റാറായിട്ടുണ്ട് ഏകദേശം. ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്ക് ഇറക്കാം. ചപ്പാത്തിക്ക് കറിയാവുമല്ലോ അന്നേരം. പിന്നെയുള്ള ഇതിന് മറ്റേ ബിരിയാണി പരിപാടിയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇവിടെ കുറച്ച് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അയ്യോ, പേര് മറന്നു. പേര് ഓർക്കുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് അതിനകത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അതൊന്ന് ഫ്രൈ ചെയ്ത് അതന്നേരം ഞാൻ കാണിക്കാം കേട്ടോ. ഇതിനകത്തിരുന്ന് വറ്റട്ടെ. ഇതിരിക്കട്ടെ അല്ലേ, കുറച്ച് ചാറ് വേണ്ടേ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജാണ് ഇത്. അപ്പോൾ ഞാൻ ഇത് മാറ്റിയിട്ടിന് മറ്റേ പനീർ, പേര് മറന്നുപോയി, പനീർ വറുക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചുമന്ന കളറിലാവുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് റെഡാവണ്ട. അപ്പോൾ നമുക്കത് ഇറക്കി മാറ്റാം. അതൊന്നും ആയിക്കോട്ടെ. ആയി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ബാക്കിയുള്ള ചെമ്മീൻ വറുക്കാനിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള റെഡിയെല്ലാം ഞാൻ റെഡിയാക്കി. സവോള വറുത്ത് പോയി. ഇനി അണ്ടിപ്പരിപ്പും കിസ്മിസും വറുക്കണം. പിന്നെ ഈ ചെമ്മീൻ വറുക്കണം. പിന്നെ കൂട്ടിയാൽ മാത്രം മതി കേട്ടോ. ചെമ്മീൻ ബിരിയാണിയുടെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജാണേ. എല്ലാം കഴിഞ്ഞു. ഞാനിത് മൂടി വെക്കാൻ പോകണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ സമയത്ത് ഒന്നുകൂടെ ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ് ഇത്രയും ചെയ്യണം കേട്ടോ പ്ലീസ്.